മകം, പൂരം, ഉത്രം, കാർത്തിക, രോഹിണി, മകയിരം, അശ്വതി, ഭരണി, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നിങ്ങനെയുള്ള 11 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മെയ് 23 തീയതി വെള്ളിയാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ വളരെയധികം സുപ്രധാനമായ ഒരു ദിവസമാണ്. കാരണം വേദജ്യോതിഷം അനുസരിച്ച് നോക്കുമ്പോൾ സൂര്യ മഹാദശയുടെ എല്ലാവിധ ഭാഗ്യങ്ങളും ഈ 4 രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് വരുവാൻ പോവുകയാണ്. പ്രത്യേകിച്ച് സൂര്യൻ എന്ന ഗ്രഹത്തിന് ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും മനുഷ്യ ജീവിതത്തിൽ അത്രയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല സൂര്യനെ ഭരിക്കുന്നത് തന്നെ ചിങ്ങം രാശിയാണ്. അതുപോലെ തന്നെ ജാതകത്തിൽ സൂര്യൻ ശുഭസ്ഥാനത്തായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെയധികം അതിശയിപ്പിക്കുന്നവയുമായിരിക്കും. അപ്രകാരം നോക്കുമ്പോൾ സൂര്യൻ സൗഹൃദ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മെയ് 23 തീയതി വെള്ളിയാഴ്ച ഈ 4 രാശിക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യമായി സൂര്യൻ ശുഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് മെയ് 23 വെള്ളിയാഴ്ച ജീവിതത്തിൽ പല ശുഭകരമായ മാറ്റങ്ങളും കാണുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ടതും തരണം ചെയ്യേണ്ടതുമായിട്ടുള്ള സാഹചര്യങ്ങളെ ഓർത്ത് വളരെയധികം മനസമാധാനക്കേടുകൾ അനുഭവിക്കേണ്ടി വരുന്നവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഭൂരിഭാഗം ആളുകളുടെയും ഭവനത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാൻ നിങ്ങളാൽ കഴിയുന്നില്ല. പലപ്പോഴും നിങ്ങൾ മനസ്സിന് ആത്മവിശ്വാസം നിലനിർത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ പല വ്യക്തികൾക്കും പല സമയങ്ങളിലും ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സൂര്യൻ അനുഗ്രഹഭാവത്തിൽ വരുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യം ജ്വലിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ മെയ് 23 തീയതി വെള്ളിയാഴ്ച മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽപ്പെടുന്ന 3 നക്ഷത്രക്കാർക്കും നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് താങ്ങായി കൂടെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു സന്തോഷം നിറഞ്ഞ അനുഭവം നിങ്ങൾക്കുണ്ടാകും. മാത്രമല്ല ആത്മീയ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ക്ഷേത്രത്തിൽ പോയി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മെയ് 23 തീയതി വെള്ളിയാഴ്ച ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ഉടനടി ഫലം ലഭിക്കുമെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മെയ് 23 തീയതി എന്ന് പറയുന്നത് സാമ്പത്തികമായും ഏറ്റവും മികച്ച തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസം കൂടിയായിരിക്കും. അതോടൊപ്പം തന്നെ ആരോഗ്യകാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ശമിക്കുന്ന തരത്തിലുള്ള ഫലങ്ങളാണ് ചിങ്ങം രാശിക്കാർക്ക് മെയ് 23 തീയതി വെള്ളിയാഴ്ചയോടെ വന്നു ചേരുവാൻ പോകുന്നത്. ഇനി രണ്ടാമതായി ഈ മെയ് മാസം 23 തീയതി വെള്ളിയാഴ്ച സൂര്യൻ്റെ സൗഹൃദഭാവം വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ
ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഈ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ പലതരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറുന്നതിനും ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നതിനും വളരെയധികം ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികം ഉണ്ടെങ്കിലും മനസ്സമാധാനമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരും നിരവധിയാണ്. മറ്റു ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ മനസ്സമാധാനക്കേടിന് പുറമെ സാമ്പത്തിക പ്രശ്നങ്ങളും വളരെയധികം ആണ്. എന്നാൽ എല്ലാ മേഖലയിൽ നിന്ന് നോക്കുമ്പോഴും ഈ മെയ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഈ മെയ് 23-ാം തീയതി വെള്ളിയാഴ്ച ചില പ്രത്യേക അംഗീകാരങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള സന്തോഷ നിമിഷങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾ കൂടുതൽ ജനങ്ങളാൽ അറിയപ്പെടുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ അനുഭവിച്ചറിയുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. മാത്രമല്ല, ഇടവം രാശിയിൽപ്പെടുന്ന വ്യക്തികൾക്ക് സൂര്യൻ അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്നതിനാൽ തന്നെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ നിന്നുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. എന്തുകൊണ്ടും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ശമിക്കുകയും ധനവരവുകൾ നിങ്ങൾക്ക് ഉണ്ടാകുകയും സന്തോഷവും ആരോഗ്യവും ഒന്നു ചേർന്ന് നിങ്ങൾക്ക് അനുഗ്രഹഭാവത്തിൽ നിൽക്കുകയും ചെയ്യുന്ന സമയം തന്നെയായിരിക്കും ഇത്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വളരെയധികം മനസ്സ് വിഷമിക്കുന്ന ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. എങ്ങനെയെങ്കിലും മാതാപിതാക്കൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്ന് തന്നെ നിങ്ങൾക്കിപ്പോൾ വിശ്വസിക്കാം. കാരണം ഈ മെയ് 23-ാം തീയതി വെള്ളിയാഴ്ചയോടെ നിങ്ങളുടെ മാതാപിതാക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ശമിക്കുകയും ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് അവർ എത്തുകയും ചെയ്യും. ഇനി മൂന്നാമതായി ഈ മെയ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച സൂര്യൻ്റെ അനുഗ്രഹഭാവം നിലനിൽക്കുന്നതിനാൽ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിയുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിൽ പോലും സൂര്യൻ്റെ ഈ അനുഗ്രഹഭാവം കൊണ്ട് വളരെയധികം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ശമനം വരികയും കുടുംബത്തിലെ സന്തോഷവും ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷവുമെല്ലാം അധികരിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച എന്നുള്ളത്. അതുപോലെ തന്നെ മേടം രാശിക്കാരായിട്ടുള്ള സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞ ചില വാർത്തകൾ കേൾക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഭാഗ്യം കാണുവാനും ഈ ഒരു സമയത്ത് കഴിയും. മറ്റുള്ള ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു സമയം ഏറ്റവും നല്ല സമയമാണ്. എന്നാൽ നിങ്ങൾ എല്ലാവരെയും ഈ സമയത്ത് കണ്ണുമടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം പാടില്ല. കാരണം നിങ്ങൾ വളരെ വിശ്വസിക്കുന്നവരിൽ നിന്ന് ചില ചതിവുകൾ മേടം രാശിക്കാർക്ക് ഉണ്ടാകുവാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് മികച്ച അനുഭവങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നതെങ്കിലും നിങ്ങളുടെ ചില അശ്രദ്ധ കൊണ്ട് മറ്റുള്ളവരെ അധികമായി വിശ്വസിച്ച്
നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ സാമ്പത്തികമായി മുതൽ മുടക്കുവാൻ നിൽക്കരുത്. അതൊഴിച്ചാൽ സൂര്യൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെ ഉള്ളതിനാൽ മേടം രാശിക്കാർക്ക് ജീവിതത്തിൽ മനസമാധാനവും സന്തോഷവും അതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ഏറ്റവും മികച്ച അവസ്ഥ നിലനിൽക്കുന്നതുമായ സമയവുമാണ് ഈ മെയ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ചയോടെ വന്നു ചേരുന്നത്. ഇനി അവസാനമായി സൂര്യൻ ശുഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ വളരെയധികം ഭാഗ്യങ്ങൾ മെയ് 23-ാം തീയതി വെള്ളിയാഴ്ചയോടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളും കൊണ്ട് എത്രയൊക്കെ ശുഭകരമായ സമയം വന്നിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് വരെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന തരത്തിലുള്ള മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. നിങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകൾ തന്നെ ഇപ്പോൾ വളരെയധികം മാറിയിരിക്കുന്നു. കാരണം എന്തു ചെയ്താലും രക്ഷയില്ല എന്ന തരത്തിലുള്ള അവസ്ഥകളാണ് ദിനം പ്രതി നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. എന്നാൽ നിങ്ങൾ ജീവിതത്തെ ഒരു കാരണവശാലും പ്രതീക്ഷകൾ നശിച്ച തരത്തിൽ കാണുവാൻ പാടില്ല. ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യസമയമാണ് നിങ്ങളിലേക്ക് വന്നെത്തുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക ഉന്നമനങ്ങളും കർമ്മ മേഖലകളിലെ ഉയർച്ചകളും എല്ലാം വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള ഭാഗ്യസമയമാണ് മെയ് 23 വെള്ളിയാഴ്ചയോടെ വന്നു ചേരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വളരെ കുഞ്ഞു മക്കളുള്ള ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളെ പറ്റിയാണ്. ചെറിയ ക്ലാസ്സുകളിലൊക്കെയാണ് മക്കൾ പഠിക്കുന്നത് എങ്കിൽ പോലും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും ദൈനംദിനം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള സമ്പാദ്യം പോലും നിങ്ങളുടെ കയ്യിലില്ലാത്ത സാഹചര്യങ്ങളിലൂടെയും അവരുടെ പഠന കാര്യങ്ങൾ ഇനി മുന്നോട്ട് എങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ച് നിങ്ങൾ വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും മനസ്സ് വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം തീർച്ചയായും നിങ്ങളുടെ മക്കളെ ഒരു കുറവും അറിയിക്കാതെ വളർത്തിയെടുക്കുവാനുള്ള സാമ്പത്തിക വഴികൾ തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും. ഇനി അതുപോലെ വിവാഹം കഴിഞ്ഞതിനു ശേഷം വിവാഹ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളും പരസ്പരം ഒന്നു ചേർന്നു പോകുവാൻ കഴിയാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വളരെയധികം നേരിട്ട് വരുന്ന ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള സ്ത്രീകളുണ്ട്. എന്നാൽ നിങ്ങളുടെ ഭാഗം കേൾക്കുവാനോ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാനോ ആരും തന്നെ ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് വളരെയധികം നിങ്ങൾ ദിനം പ്രതി മാനസിക സംഘർഷം അനുഭവിച്ചു വരുന്നു. എന്നാൽ സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. എന്തുകൊണ്ടും ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ വൃശ്ചികം രാശിക്കാരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വളരെ കാഠിന്യമേറിയ പ്രശ്നങ്ങൾക്ക് പോലും ശമനം കാണുവാൻ കഴിയുന്ന സമയമാണ് ഈ മെയ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 4 രാശിക്കാരായിട്ടുള്ള വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ വകവയ്ക്കാതെ ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ അതിൻ്റേതായ ഉയർച്ചകളും നേട്ടങ്ങളുമെല്ലാം നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയും. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക
പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.